കടലിലേക്ക് ഇറങ്ങി. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ടയർഡായോ വൃഷ? ടയർഡായോ? നല്ല വ്യൂ ആണ് കേട്ടാ. ചെക്ക് ഓണാക്കി തന്നു കേട്ടോ നമുക്ക്. അല്ലേ, ഇവിടെ തൊട്ടടുത്താണ്. നമുക്ക് എന്തൊക്കെയുണ്ട് അവിടെ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഐസക്കും കൂടി ഇന്ന് വീണ്ടും ഒരു സ്റ്റേക്കേഷന് പോകണ്ടോ ഖത്തറിൽ തന്നെ. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല രസമുള്ളൊരു സ്റ്റേക്കേഷനാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു അല്ല ഐസ്? ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 minutes ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മളിവിടെ കൃഷിനൊക്കെ റെഡിയാക്കിയത്, കൃഷ്ണനൊക്കെ അവിടെ റെഡിയാക്കി ഫുഡെല്ലാം കൊടുത്ത് നിർത്തിയേക്കാണ്. നമ്മൾ പോയിട്ട് ഒരു ഈവനിങ് ആയിപ്പോൾ. ഇപ്പോൾ 4 മണിയായി. ഞങ്ങൾ പോയിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരും. കൃഷ്ണന് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ചെടിയൊക്കെ നനച്ച് അതൊക്കെ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഞാൻ കാണിച്ചു തരാം സ്റ്റേക്കേഷൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും റൂമും എന്തൊക്കെ അമ്യൂണിറ്റീസ് ഉണ്ട്, എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും വരുന്നത്, ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് ഔട്ട്ഡോർ ആയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യൽ ഭയങ്കര കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേക്കേഷനൊക്കെ പോവാം, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞാൻ കൃഷിനെ കാണിച്ചു കേട്ടോ. കൃഷി സാഡാണ്. ഞങ്ങൾ പോകുന്ന കാര്യം അവരും മനസ്സിലായിട്ടുണ്ട്. കൃഷ് പോയിക്കോട്ടെ, പോയിക്കോട്ടെ. കൃഷ്ണൻ്റെ മുടി ഞങ്ങൾ വെട്ടി കേട്ടോ. ഇപ്പോൾ അവന് ചെവി മാത്രമേ ഉള്ളൂ, ചെവിയിൽ മാത്രമേ ഉള്ളൂ അവൻ്റെ ഹെയർ, വാലിലും ബാക്കി ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. സമ്മർ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഓടിയാ കയറുന്നത് അല്ലേ കൃഷ? അല്ലേ? പോയിക്കോട്ടെ ഞങ്ങളെന്നാ. ബായ്. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല ചൂടുണ്ട് പുറത്ത് അല്ലേ ഐസു? നല്ല ചൂടുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. ഇവിടുന്ന് 10 minutes കാണിക്കുന്നുണ്ടല്ലോ. 10 minutes ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഇത് ഐസക്കിൻ്റെ തലാവത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ? അതെ, നമ്മൾ പോകുന്ന വഴിയാണ് സിഗ്നൽ കിട്ടിയ നമുക്ക്. വേണ്ടോ ഐസ്? ഉച്ച സമയത്ത് പോകുന്നതുകൊണ്ട് റോട്ടിലൊന്നും അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ. അതെ, നമ്മൾ ഹോട്ടലിന്റെ അവിടെ എത്താറായിട്ടോ. നമ്മുടെ ഹോട്ടൽ വരുന്നത് വെസ്റ്റ് ബേയിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തിലൊന്നാണ് കേട്ടോ ഖത്തറിലെ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ചുറ്റിനും നല്ല രസമില്ലേ കാണാനായിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ വെസ്റ്റ് പാക്ക് കേട്ടോ. അപ്പൊ ഇവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്താലേ നമുക്ക് പാർക്കിംഗ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം ആദ്യമേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് കേട്ടോ. ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ദോഹ സാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ക്ലബിലേക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ ഇവിടെ റൂം എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങോട്ടേക്ക് കയറണം എന്നുണ്ടെങ്കിൽ കാണിക്കാനുള്ള ടിക്കറ്റ് ആണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി മുകളിൽ പോയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഞാൻ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാരണം ദോഹ സാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ച് ക്ലബ്ബ് 5 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വേണം ഐസക്ക് ഇതേ പേ ചെയ്യാണ് കേട്ടോ പാർക്കിങ്ങിന്. നമ്മളിനി അങ്ങോട്ടേക്ക് നടക്കാണ്. ആ കാണുന്ന കളർഫുൾ ഹോൾസ് ഇല്ലേ, അതാണ് കേട്ടോ ബീച്ച് ക്ലബ്. നമ്മളിവിടെ ബീച്ച് ക്ലബ്ബിൽ വന്നേക്കുണ്ട്. നമുക്കിവിടെ ഫ്രീ ആക്സസ് ആണ്. ഹോട്ടലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോഹ ഗോസ് ടു ദി ബീച്ച്. ശരിക്കും ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് 100 റിയാലിന്റെ ടിക്കറ്റ് എടുത്താലേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഫ്രീ ആക്സസ് വരുന്നത്. നമ്മളിവിടെ ടിക്കറ്റ് കാണിക്കണം. അത് കഴിയുമ്പോൾ നമുക്കൊരു റിസ്റ്റ് ബാൻഡ് കിട്ടിത്തരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ടവലും ബോട്ടിലും വാട്ടറും ഒക്കെ തരും കേട്ടോ.
ദോഹ സാൻഡ്സിൽ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് നോക്കണം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്, ഇങ്ങനെ കളർഫുൾ ടയേഴ്സും പിന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ മൊത്തത്തിൽ കാണാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ 5 മണി വരെ നമുക്കിവിടെ സ്വിം ചെയ്യാനൊക്കെ പറ്റുള്ളൂ, ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഇവിടെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ സമയത്ത് ഇവിടെ സ്വിം ചെയ്യാൻ പറ്റുള്ളൂ. 6 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫ്രീ ആണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ബീച്ചിൽ കയറി സ്വിം ചെയ്യാനോ ഒന്നും പറ്റൂല. ഇതാണ് ഇത് ബീച്ച് വെൻഡിങ് മെഷീനാണ്. ഇത് ബീച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. സൺസ്ക്രീൻ കിട്ടും, പിന്നെ അതുപോലെ നമുക്ക് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട്. വൺ സൈഡ് മൊത്തം ഇതുപോലെ ഫുഡ് സ്റ്റോൾസ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട്. നമ്മൾ രണ്ടാളും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് സ്റ്റോൾസ് ഒക്കെ നടന്ന് നോക്കുകയാണ് കേട്ടോ, എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എവിടെ നിന്ന് ഫുഡ് കഴിക്കുമെന്ന് നോക്കി നമ്മൾ ചെന്ന് നിന്നത് ഈ ബീച്ച് ഹൗസിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്കൊരു 20 മിനിറ്റ്സോളം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാ. അങ്ങനെ നമ്മുടെ ഓർഡർ റെഡി ആവുന്ന സമയത്ത് നമുക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് മ്യൂറൽ ആർട്സ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. എനിക്കൊന്നും ഈ കോർട്ടൊക്കെ ഇപ്പോൾ അടച്ചിട്ടേക്കാണ്, ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കളിക്കുന്നത് ഞാൻ കാണുന്നുട്ടാ. പിന്നെ കിഡ്സിനായിട്ടാണേലും ഇങ്ങനെ ചെറിയ പ്ലേ ഏരിയാസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെയൊക്കെ ബീച്ച് അംബ്രല്ലാസും റെസ്റ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മള് ബീച്ചിൽ സ്വിം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഷവർ ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തത് റെഡി ആയിട്ടോ. നമ്മൾ അത് പിക്ക് ചെയ്തോട്ടോ നമ്മൾ നേരത്തെ ഇരുന്നേച്ച സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ബഫല്ലോ ചിക്കൻ റാപ്പ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അതിങ്ങനെ 2ആയിട്ട് അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. കൂടെ ഫ്രൈസും ആണ് വരുന്നത്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കടലിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഐസക്ക് വന്നില്ല. അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ കടൽ കാണാൻ ഇറങ്ങിയാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്ത ടവൽസ് നമുക്ക് ഇവിടെ ഇട്ടാം. നമ്മൾ കഴിഞ്ഞ് പോവാണ്, നമ്മൾ സ്വിമ്മൊന്നും ചെയ്തില്ല, ഭയങ്കര വെയില്. അതുകൊണ്ട് നമ്മൾ അവിടെ ജസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ട് പോവാണ്. സ്വിം ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുറേ ആൾക്കാർ അവിടെ സ്വിം ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല മാത്രം. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തിയിട്ട് നമ്മൾ റൂമിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇവിടെ സ്വിമ്മിംഗ് പൂളും ജിമ്മും ഒക്കെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഭയങ്കര ആൾക്കാരായിരുന്നു, അതുകൊണ്ട് നമ്മൾ ജിമ്മിൽ വന്നിട്ട് ജസ്റ്റ് നോക്കുകയാണ് കേട്ടോ, ജിമ്മും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ കേട്ടോ. ജിമ്മ് ഹോട്ടൽ ജിംസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല വലിയ ജിം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു സ്വിമ്മിംഗ് പൂളിൽ നാളെ വരാമെന്ന്, കാരണം ഇന്ന് ഭയങ്കര തിരക്കാം. വീക്കെൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര തിരക്ക്. വീക്കെൻഡിൽ സ്റ്റേക്കേഷനൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഹോട്ടലിൽ എത്തി, ഞാൻ റൂം കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി 1 ബെഡ്റൂം റൂമാണ് എടുത്തിട്ടുള്ളത്, സ്വീറ്റ് റൂം. പക്ഷേ അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നു കേട്ടോ, വളരെ നല്ല സർവീസ് ആയിരുന്നു. അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഇപ്പോൾ 2 ബെഡ്റൂം സ്വീറ്റ് റൂമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐസക്കാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇതാണ് കേട്ടോ റൂം. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ആണ്. ഇവിടെ സോഫ സെറ്റൊക്കെ ഉണ്ട്, ചെറിയൊരു ടീ ടേബിളും ഉണ്ട്. ഇവിടെ TV യും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വ്യൂ നിങ്ങൾ കാണണം കേട്ടോ, ഭയങ്കര വലിയ ഗ്ലാസ് വോൾസാണ് ഇവിടെ. ഇതുണ്ടോ, ഈ വ്യൂ അല്ല, വേറൊരു അടിപൊളി സീ വ്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ടേബിളുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്, ഡൈനിങ് ഏരിയ ആണ് ഇവിടെ. ഡൈനിങ് ഏരിയ ഇവിടെ മൊത്തം ഈ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞത് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഐസൊക്കെ കിച്ചണിൽ കിടന്ന് എന്തൊക്കെയോ ചെയ്യാണ്. ഐസ് എന്താ ഐസ് ചെയ്യുന്നത്? ഓ, ഐസക്ക് വെള്ളം ഫ്രിഡ്ജിലെടുത്ത് വെക്കാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കിച്ചൺ ക്യാബിനറ്റ്സും സിങ്കും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ, കോഫി മേക്കറും മൈക്രോവേവും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ നേരത്തെ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. കണ്ടോ, ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ തന്നെ ഒരു ചെറിയ ഡ്രസ്സിങ് റൂമുണ്ട്. ഇവിടെ ഐസക്കിൻ്റെ സാധനങ്ങൾ ഓൾറെഡി വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ അയണിങ് ടേബിളും അയൺ ബോക്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു
ഡ്രസ്സിങ് റൂം ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. കണ്ടോ, വലിയ ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഗ്ലാസ് വോൾസ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മിറർ ഉണ്ട് അല്ലേ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആ ഡൈനിങ് റൂമിൽ നിന്നൊക്കെ കണ്ട വ്യൂ സെയിം വ്യൂ ആണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബീച്ച് വ്യൂ ആണ്. സിറ്റി വ്യൂ പ്ലസ് ബീച്ച് വ്യൂ ആണ് കേട്ടോ. സിറ്റി നമുക്ക് കാണാം, ഇതുണ്ടോ. പിന്നെ ആ കാണുന്നത് ബീച്ചാണ്, കണ്ടോ, നല്ല രസമാണ്. നമ്മൾ ആ ബീച്ച് ക്ലബിലേക്കാണ് പോയത് കേട്ടോ. ഇതാണ് ബീച്ച്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും സൺസെറ്റായി വന്നുള്ള സൺസെറ്റ് കണ്ടോ, സൺസെറ്റായി വരികയാണ്. നമുക്ക് ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ സൺസെറ്റ് കാണാം കേട്ടോ. ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ സൺസെറ്റും സൺറൈസൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടെയും ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫുള്ള് കണ്ണാടി ആയതുകൊണ്ട് നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ, ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്, വലിയ ബാത്റൂമാണ്, നല്ല ക്ലീൻ ബാത്റൂമാണ് കേട്ടോ. അതെ, ഷവർ ഏരിയ ആണ് ഇവിടെ വരുന്നത്. അതാണ് ബാത്റൂം വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സെക്കൻഡ് റൂമിലേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ 2 ബെഡ്റൂമാണ്, അപ്പോൾ സെക്കൻഡ് റൂമാണ്. ഇതാണ് സെക്കൻഡ് റൂം. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കിടക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. 2 സിംഗിൾ ബെഡാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ടി വി ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂമിലും ലിവിങ് റൂമിലും ടി വി ഉണ്ട്. ഇവിടെ നിന്നും നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് സീ വ്യൂ സിറ്റി വ്യൂ ഉണ്ട് കണ്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇതുപോലെ വിൻഡോസാണ്. ഞാൻ എല്ലാത്തിൻ്റെയും കർട്ടൻസ് മാറ്റിയിട്ടില്ല കണ്ടോ. എല്ലായിടത്തും അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഖത്തറിലെ മൊത്തം വ്യൂ കാണണമെങ്കിൽ ഇത് എടുത്താൽ മതി, അത്രയും അടിപൊളി വ്യൂ ആണ്. ഇവിടുത്തെ ക്യാബിനറ്റ്സ് ഒക്കെ കണ്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, വോള് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. വലിയ എന്താ ക്യാബിനറ്റാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് ബാത്റൂം കണ്ടോ. ഈ ബാത്റൂമിൽ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൽ ഷവർ ഏരിയ ആണെങ്കിൽ ഈ ബാത്റൂമിൽ വരുന്നത് ടബാണ് കേട്ടോ. ടബ് ഏരിയ ആണ് വരുന്നത് കണ്ടോ. ടോയ്ലറ്ററീസ് ഒക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്. നല്ല വലിപ്പമുണ്ട്, നല്ല വ്യൂ ഉണ്ട്, നല്ല അടിപൊളി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഐസൊന്നും ഇഷ്ടപ്പെട്ടോ? ഐസ് ടയേർഡായി ഇപ്പം തന്നെ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൂം ടൂർ. ഇവിടെ നമുക്ക് ഫ്രീ സ്റ്റീം റൂമും സോനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ സോണയിൽ അവിടെ പോവുക, ഓണായിരിക്കും മിക്കവാറും. ഓണല്ലെങ്കിൽ ഇവിടെ സ്വിച്ച് ഉണ്ടാവും, ഓൺ ചെയ്യാം. എന്നിട്ട് കുടിക്ക് വെള്ളം, ഇതിനകത്ത് വെള്ളം ഉണ്ടാവും, വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. ബക്കറ്റിൽ നല്ല സ്പൂണുണ്ട്. സ്റ്റീം റൂമിലേക്ക് പോകണം കേട്ടോ. ഞാൻ സ്റ്റീം റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനത് ഓണാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്റ്റീമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അതേ നമ്മുടെ സോന റൂമാണ്, ഇങ്ങോട്ടേക്കും കൂടി കയറി കേട്ടോ. ഇവിടെ ആണെങ്കിലും ഇത് കുറച്ചും കൂടി ചെറുതാണ്, ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇവിടെയൊക്കെ ഒന്ന് ചൂടാക്കാണ്. നമ്മുടെ ഫോണും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ തന്നെ ലോക്കൽ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഫോണൊന്നും കൊണ്ട് അധികം നേരം ഇതിൻ്റെ അകത്തിരിക്കാൻ പറ്റില്ലേ, ഭയങ്കര ചൂടല്ലേ. നൈറ്റ് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ആക്കിയതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതിൽ ചിക്കൻ, ബീഫ്, പിന്നെ സാലഡ് ആൻഡ് പരിപ്പ് കറിയാണ് വരുന്നത്. ഇത് ഐസക്കിൻ്റെ ഫുഡാണ്. ചാർക്കോൾ ചിക്കൻ, ഡൈനാമിക് ചിക്കൻ, പെപ്പർ ചിക്കൻ. കൊള്ളാം ഐസു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓൾറെഡി പാക്കേജ് ഉണ്ട്. അപ്പോൾ ഡിന്നർ നമ്മൾ ഓർഡർ ചെയ്താണ്.
ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫി കുടിക്കാൻ വന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത്, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റൂല. ഇനി എനിക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് നമുക്ക് കൃഷിനെയൊക്കെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചെടിയൊക്കെ നനക്കാനുണ്ട്. അപ്പൊ കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ട് പോകാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇവിടെ തന്നെ കോഫി മേക്കറും കോഫി പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് കോഫി ഉണ്ടാക്കി കുടിക്കുകയാണ്. ഐസക്കിനാണെങ്കിൽ വീട്ടിൽ എപ്പോൾ വന്നാലും ഐസക്കിന് കോഫി ഉണ്ട് കേട്ടോ. പക്ഷെ ഇതുപോലെ എവിടെയെങ്കിലൊക്കെ സ്റ്റേക്കോ കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഐസിനും കോഫി വേണം. അപ്പൊ ഞാനും ഐസൂനും കൂടി കോഫി ഇടാണ്. അപ്പൊ ഒരുമിച്ച് കുടിച്ചിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. കോഫിയൊക്കെ കുടിച്ച് നമ്മൾ കൃഷി എന്ത് ചെയ്യാണെന്നൊന്ന് നോക്കിയതാണ് കേട്ടോ. നമ്മളവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടി നോക്കുവാണേ കൃഷി അവിടെ വീട്ടിൽ എന്താ പരിപാടിന്ന്. കൃഷിനെ നമ്മളെ കാണാത്തതിൽ അരിശം കയറിക്കാണ് കേട്ടോ. അതിന്റെ പുറമെ അപ്പുറത്തെ വഴി കൂടി ആരോ നടക്കുന്നുണ്ട്. അതിന്റെ സൗണ്ട് ഇട്ടിട്ടാണ് കേട്ടോ കൃഷി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ വീട് മൊത്തത്തിൽ അവന് കൊടുത്തിട്ടാ പോയേക്കുന്നത്. AC ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളെ കാണാത്തോണ്ടുള്ള മിസ്സിങ് ഉണ്ട് അവന്. അതുകൊണ്ടാണ് അവനിങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കി നടക്കുന്നത്. നമ്മൾ കുറച്ചേരം കിടന്ന് ഉറങ്ങി. പിന്നെ കുറച്ചേരം ഇവിടെ പരിപാടിയൊക്കെ ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട, കൃഷിനെ ഒന്ന് ഫുഡ് കൊടുത്തൊന്ന് പുറത്തൊക്കെ കൊണ്ടുവിടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ നമ്മളിത് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അത് എടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമുക്ക് പോയിട്ട് വരാം. ഒരു 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ചു വരും. രാത്രിയായി കേട്ടോ. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് ഒരു 11 മണിക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറുകയാണ്. കൃഷിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ കാണുമ്പോഴേക്കും എന്തൊക്കെയോ എടുത്ത് താഴെ ഇട്ടിട്ടുണ്ടല്ലോ. ശബു എന്താണ് എന്താണ് ഐസൊക്കെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയാണ്. കൃഷിയാണ് നടപ്പുണ്ട്. ഇരിപ്പോക്കിയേ ടയർഡായോ വൃഷ? ടയർഡായോ? ആ കൃഷി ടയർഡായോ? കൃഷിന് പുതിയ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടോ നിങ്ങള്? സുന്ദരനായി കൃഷി, സുന്ദരൻ. ഇവിടെ ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് നമുക്കിത് 2 നേരമൊക്കെ വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് രാത്രി ആണെങ്കിലും വന്ന് വെള്ളം ഒഴിക്കുന്നത്. അല്ല ഫുള്ള് കരിഞ്ഞു. ചിലതൊക്കെ വാടി തുടങ്ങി. ഇതൊരു മാവാണ്. കഴിഞ്ഞ വർഷം അതിൽ മാങ്ങയൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ഈ വർഷം അത് കരിഞ്ഞു പോയി. ബാക്കിയൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി നിന്നോളൂ കേട്ടോ. ഇതൊന്നും അങ്ങനെ വാടിപ്പോണ ടൈപ്പല്ല. എന്നാലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഹോട്ടൽ റൂമിൽ എത്തി കേട്ടോ. നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി കിടക്കാൻ പോവായിരുന്നു. ഭയങ്കര ടയേർഡായിട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. കാരണം ഇത് 2 സൈഡിലും ഗ്ലാസ് വോൾസ് ആണ് വരുന്നത്. പുറത്ത് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നിട്ട് കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കാൻ തോന്നിപ്പോയി. ഞാൻ ഇതുവരെ ഒരുപാട് സ്റ്റേക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല വ്യൂ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെയായിരുന്നു. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് നോക്കി ഇരിക്കാൻ തോന്നിപ്പോൾ. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഡേ ടൈമിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ. പക്ഷെ നൈറ്റ് ടൈമിൽ ആ ലൈറ്റ്സ് ഒക്കെ കൂടി വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഇവിടെ 5:30 മണി ആയിട്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഉടുപ്പ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോവാണ്. പൂളിലേക്ക് പോവാണ് കേട്ടോ. 6 മണിക്കാണ് പൂള് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്ക്
പോണം. ഇത് കണ്ടോ, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അടിപൊളി വ്യൂ കേട്ടോ. അത് ഇവിടത്തെ ബെഡ്റൂമിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല ഭംഗി. രാത്രി ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പുറം കാണാനായിട്ട്. ഇപ്പോഴാണെങ്കിലും അതെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല രസമുണ്ടായി. അപ്പോൾ നമുക്ക് പൂളിൽ പോയിട്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ പൂൾ, നല്ല വലിയ സ്വിമ്മിങ് പൂളാണ്. ഓക്കെ, നല്ല വലിയ സ്വിമ്മിങ് പൂൾ. ഇത് ഇൻഡോർ പൂളാണ് കേട്ടോ. എന്താ ഇവിടെ ഫുള്ള് വിൻഡോസ്, ഗ്ലാസ് വോൾസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് സ്വിമ്മിങ് പൂളാണ് ഈ കാണുന്നത്. സ്വിമ്മിങ് പൂള് കൂടാതെ ഇവിടെ ജക്കൂസി ഉണ്ട് കേട്ടോ, ജക്കൂസി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ആദ്യമേ ജക്കൂസിയിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ 6 മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബബിളും ഒന്നും കാണാത്ത കേട്ടോ. അവര് വന്ന് ഇത് ഓണാക്കി തന്നു കേട്ടാ. കേട്ടാ, ജഗൂസിലെ ചെറിയ ചൂടുവെള്ളമായിരുന്നല്ലോ, അതുകൊണ്ട് ഐസിക്കിന് വലിയ സീനില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ പോകുന്നതാണ്. സ്വിമ്മിംഗ് പൂളിൽ വെള്ളം തണുത്ത് കിടക്കുകയാണ് കേട്ടോ. ഇൻഡോർ പൂൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു അകത്തിട്ടാ. അപ്പോൾ ഐസിക്കത്തെ പൂളിൽ ഇറങ്ങാനായിട്ട് മനസ്സോടുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് വന്നേക്കാണ് കേട്ടോ. വെള്ളമൊക്കെ തൊട്ട് നോക്കി ഇറങ്ങാൻ എന്നോട് 1000 വട്ടം ചോദിച്ചോ ഇറങ്ങണോ എന്നേ. സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ ഇവിടെ നിന്നുള്ള നിങ്ങൾ വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ. നമ്മൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് അകത്ത് വന്നിട്ട് കുളിച്ച് ഉടുപ്പൊക്കെ മാറി. ഇനി നമ്മൾ പോകാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റിനാണ്. ഇവിടെ 7:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 8 മണിയായി. എവിടെയാണ് റെസ്റ്റോറൻറ്റ്? 98ഓ 98ഓ മെസ്സ 98 എന്താ? അപ്പോൾ നമ്മളെന്തായാലും റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ നമ്മൾ എടുത്തപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ആണ് എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 2 പേർക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വിശക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ റൂമിന്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും പറയാം. നമ്മൾ ബുക്ക് ചെയ്തത് 1 ബെഡ്റൂം ജൂനിയർ സ്വീറ്റ് റൂം ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ ഫ്രീ ആയിട്ട് 2 ബെഡ്റൂമിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് നോക്ക്. ഇവിടെ റൂം അവൈലബിലിറ്റി അനുസരിച്ച് അവർ ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് തരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അത് 211 ആണ് കേട്ടോ. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ചും കൂടി കുറവായിരിക്കും. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഓൺലൈൻ അഗോഡ ആപ്പ് വഴിയാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഹോട്ടലിൽ പോയിട്ടാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കൂടി നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഞാൻ എൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് യൂസ് ചെയ്ത് ബുക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ റേറ്റ്സിന് ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരാൻ കേട്ടോ. അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് റേറ്റ് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ സ്റ്റീം റൂം, സോന, ജക്കൂസി, സ്വിമ്മിംഗ് പൂൾ, ഫിറ്റ്നസ് സെന്റർ എല്ലാം നമുക്ക് ഈ പാക്കേജിൽ ഫ്രീ ആയിട്ട് വരുന്നതാണ്. ഇതിനൊന്നും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ദോഹ സാൻഡ്സ് ബീച്ച് ക്ലബിലേക്കുള്ള ആക്സസും ഇവിടെ നിന്ന് തന്നെ തരുന്നതാണ്. പക്ഷെ നമ്മൾ അത് പ്രത്യേകം ചോദിക്കണം കേട്ടോ, ടിക്കറ്റ് തരാൻ പറയണം, എന്നാലേ അവർ തരുള്ളൂ. ചിലപ്പോൾ ഇങ്ങോട്ട് പറയാനുള്ള ചാൻസ് കുറവാണ്. അപ്പം നിങ്ങൾ എന്തായാലും അത് ചോദിച്ച് വാങ്ങിക്കട്ടോ. അവിടുത്തെ ആ ടിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 5 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കടലിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി നേരത്തെ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ്. നമ്മളതെല്ലാം കഴിച്ചു. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് അകം. ഇതുപോലെ തന്നെ പുറത്തും ഇവർ കുറച്ച് സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് റൂമിലെത്തി നമ്മൾ പോവാണ് കേട്ടോ. ഒന്നുകൂടി ഞാൻ ആ വ്യൂ നോക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ, ഇതാണ് കേട്ടോ നമ്മുടെ ലോബി ഏരിയ. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് പോവാണ്. ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഹോട്ടലിൻ്റെ തൊട്ട് പുറമാണ് ഈ കാണുന്നത്. ഞാൻ ഐസക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഐസക്ക് കാർ എടുക്കാനായിട്ട് പോയേക്കാണ് കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു സ്റ്റേക്കേഷൻ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വേണം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ ഖത്തറിലൊക്കെയാണ് ഒരു സ്റ്റേക്കേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോവുകയാണ്. എല്ലാം കഴിഞ്ഞല്ലേ ഐസു? ഇനി അടുത്ത സ്റ്റേക്കേഷനെ കാണാം. നല്ല സ്റ്റേ ആയിരുന്നത്. ഞങ്ങൾ മിക്കപ്പോഴും ഖത്തറിൽ ഇതുപോലെ സ്റ്റേക്കേഷനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൽ പോയതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്റ്റേ ആയിരുന്നു ഇപ്രാവശ്യത്തേക്കാ. എല്ലാം കൊണ്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ആയാലും ഒക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ലൊരു സ്റ്റേ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനിയും ഒരുപാട് ഖത്തർ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.